ഇതാണ് ബ്രിട്ടീഷുകാർ അന്ന് പണിഞ്ഞ, ഞാൻ പറഞ്ഞ 1937 പണിഞ്ഞ പാലം എന്ന് പറയുന്നത്. ഈ പാലത്തിനപ്പുറം കാടാണ്. ആ കാട്ടിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സമയത്ത് പോലും വെരി ഡേഞ്ചറാണ്. നമ്മൾ ഇതിലൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് വരികയും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സോ അതുകൊണ്ട് സ്ഥലം ഏതാണെന്ന് ഞങ്ങൾ പറയില്ല. ഈ സമയത്തുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ വെരി ഡേഞ്ചറസ് ആണ്. ജീവൻ പണയം വെച്ച് വേണം അകത്തോട്ട് കയറാനായിട്ട്. കാര്യം പകൽ സമയത്ത് പോലും 3-4 ആനകൾ ഈ പോകുന്ന വഴിയിൽ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞത് ആനകൾ അവിടെ കണ്ടു, അവിടെ മരങ്ങളൊക്കെ പുഴുതി ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ അത് ലൈവ് ഷൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ വെരി ഡേഞ്ചറാണ്. ആരും ഇത് ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം സ്ഥലം കണ്ടുപിടിച്ച് വരാനോ ശ്രമിക്കരുത്. ബാക്കി കണ്ടു നോക്ക്. ഈ കാണുന്ന പുഴ, ഇതിൻ്റെ മറു സൈഡുണ്ട്, അപ്പുറത്തൊരു സൈഡുണ്ട്. ഈ പുഴയിൽ നിന്നും വെള്ളം കുടിക്കാനാണ് ആനകളും മറ്റു മൃഗങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ ഈ ആൾ താമസവും വണ്ടികളുടെ സൗണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് അധികം വരാറില്ല. ഈ പുഴയുടെ അപ്പുറത്തെ സൈഡ്, അത് കാട്ടിൻ്റെ നടുക്കായിട്ട് വരും. അവിടെയാണ് ആനകൾ വരുന്നത്. അവിടെയാണ് മറ്റു മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത്. നമുക്ക് അതുകൂടി ഒന്ന് ഷൂട്ട് ചെയ്യാം. ഇപ്പോഴേ നമുക്കൊരു ആനയുടെ ആക്രമണം ഉണ്ടായിരുന്നു, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ആനയുടെ ആക്രമണത്തിൽ രക്ഷപ്പെടാൻ മതി. നമ്മൾ ഒരിക്കലും ആന വരുമ്പോൾ നിസ്സാരമായിട്ട് കാണും. ഓക്കെ, ആന മൃഗങ്ങൾ ഏതായിരുന്നു നാട്ടിലെ മൃഗങ്ങൾ ഏത് വന്നാൽ നിസ്സാരമായിട്ട് കാണും. വേറെ വരും അവരുടെ മൂവ്മെന്റ് എപ്പോഴാണ് അറ്റാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കൊരു ആന ഒരുപാട് നമുക്കേ ഈ ഒരു ആന ഇപ്പോൾ വന്നാൽ നമ്മുടെ മുമ്പിലേക്ക് ചാടിയാൽ, കാര്യം ഇവിടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മരങ്ങളൊക്കെ ഓടിച്ചിട്ടിരിക്കുന്നുണ്ടോ, കണ്ടോ മരങ്ങളൊക്കെ ഓടിച്ചിട്ടിരിക്കുന്ന ആന ഇവിടൊക്കെ ഉണ്ട് സാധനം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചാടി വന്നാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ആന അല്ല, ഏത് മൃഗങ്ങളാണ് നിലവിൽ ആന വലിയ ഒരു നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ആനയുടെ. പക്ഷെ ആനയുടെ ഒരു മൂവ്മെന്റ്സിലുണ്ട്. ആനകൾ എപ്പോഴും നമുക്ക് അവരെ ചാർജ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴേ അവർ സിമ്പിളുകളുണ്ട്. ആ സിമ്പിളുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ചാർജ് ചെയ്യാൻ പറ്റും. ആനകള് നമ്മളിപ്പം ഒരു ആന നമ്മളിപ്പം പോകുന്ന വഴിക്ക് ആന നിൽക്കുന്നു. ആ ആന തല ഉള്ളിലേക്ക് വെച്ചിട്ട് വനത്തിനുള്ളിലേക്ക് വെച്ചിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി പോകരുത്. മനസ്സിലാവുന്നുണ്ട്? തിരിഞ്ഞ് ചാർജ് ചെയ്യും, ഉറപ്പായിട്ട് ചാർജ് ചെയ്യും. അല്ലാത്ത ആനകൾ മൂവ് ചെയ്തിട്ട് ഈ റോഡിനകത്ത് നിന്ന് തന്നെ നമ്മൾ റോഡിന് സൈഡിൽ നിൽക്കുക, റോഡിന് ഉള്ളിലേക്ക് വലിഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യും. പക്ഷെ അല്ലാതെ പകുതി റോഡിലും തല ഭാഗം വനത്തിലേക്ക് വെച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണം കയറി പോകുന്നുണ്ട്. കാരണം അവിടെ തിരിഞ്ഞ് ചാർജ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ. അതുപോലെ ഓരോ മൃഗങ്ങളും നമ്മൾ എപ്പോഴാണ് ഇവർ ചാർജ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിലേക്ക് മാത്രമേ. കടുവ എന്നൊക്കെ പറഞ്ഞാൽ സഡൻലി വന്നിട്ട് ചാർജ് ചെയ്യും. അല്ല, അവർ ചിലപ്പോൾ നമുക്ക് അപ്പം അവർ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴും തലയിലാണ്. അപ്പം കടുവയ്ക്ക് നമ്മൾ തല ഭാഗം വെച്ച് കൊടുക്കും. തല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്താൽ കടുവ നമ്മൾ അപ്പോഴേ അറ്റാക്ക് ചെയ്യും. നമ്മൾ സഡൻലി ഡെത്ത് പോലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊന്ന് മണപ്പിച്ച് കുറച്ച് നിന്നിട്ട് ചിലപ്പോൾ വിട്ടു. അതല്ല, നമ്മൾ എപ്പോൾ മൂവ്മെന്റ് ചെയ്യുന്നു അവരെ പേടിക്കാൻ പാടില്ല. പാനിക്കായ പോയി, അതൊരു വിഷയമാണ്. കാരണം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു വേണം പോകാൻ. കാരണം നമ്മളെ പ്രത്യേകിച്ച് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ ഡേഞ്ചറാണ്. നിസ്സാരമായിട്ട് കാടിനുള്ളിൽ കാണരുത്. കാരണം മനുഷ്യർ വലിയതാണ് എന്നുള്ള ധാരണ കാട്ടിലെ മൃഗങ്ങൾക്കില്ല. മനസ്സിലാകുമ്പോൾ അവരുടെ മുമ്പിൽ കാണുന്ന എല്ലാം ശത്രുക്കളാണ്. അവർ അറ്റാക്ക് ചെയ്യുക തന്നെ ചെയ്യും. കാരണം അവരുടെ ടെറിട്ടോറിക്കകത്ത് കയറി നമ്മൾ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ഒരു നാട്ടിലേക്ക് ഒരുത്തൻ രാത്രി കാലങ്ങളിൽ നമ്മളറിയാം നമ്മുടെ വീട്ടിനടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം നമ്മൾ ഇതിനേരാ നമ്മൾ ചോദിക്കത്തില്ല. അതുപോലെ തന്നെയാണ് കാട്ടിനകത്ത് വരുമ്പോൾ ആനകളായാലും മൃഗങ്ങളായാലും അവർ നോക്കുമ്പോൾ എന്താണ്, ഇത് ആരാ വരുന്നത്, ഇവനേതാ നമ്മുടെ അകത്ത് കയറിയുന്നു. അങ്ങനെ ഒരു അതാണ് കൂടുതലും ഈ അറ്റാക്ക് ചെയ്യാം. പിന്നെ അതുമല്ല ഇവര് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളെ ഈ കാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന യാത്രക്കാരനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവര് ഈ മൃഗങ്ങളെ കാണുമ്പം അവരിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പരിസരം ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മൾ ഒരു ആനയെ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ബാക്കിലൂടെ വേറെയും ജീവികളുണ്ട്. ആന തന്നെ വേറെ ഉണ്ടാവും. അതുപോലെ തന്നെ മൃഗങ്ങൾ പലതും ഉണ്ടാവും. ടൈഗറൊക്കെ എന്ന് വെച്ചാൽ കിലോമീറ്റർ ദൂരത്തിന് ഓടി വരും.
ടൈഗർ. അതെ അതെ. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ടൈഗറിന്റെ അറ്റാക്കുകളല്ലേ കാണുന്നത്. കാരണം അത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് നമ്മൾ ഇവരെ കാണുമ്പോൾ നമ്മൾ കരുതേണ്ടതും നമുക്ക് എപ്പോഴും രക്ഷപ്പെടുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിൽ കാണാവൂ. അവിടെ തിരിച്ച് അറ്റാക്ക് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട് രസിക്കാം എന്നൊന്നും വിചാരിക്കരുത്. മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്പോട്ടിൽ രക്ഷപ്പെടാനുള്ള ടെൻഡൻസി അപ്പം ഉണ്ടാക്കിയെടുക്കുക. അതായിരിക്കും വേണ്ടത്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ആനയെ കണ്ട നമ്മൾ ഈ ബൈക്കിലും കൊണ്ട്, കാരണം നമ്മളവിടെ നിന്നിട്ട് ബൈക്കിൽ നിർത്തിയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കൊടുക്കുക. അവരെ എപ്പോഴാണ് ചാർജ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചാർജ് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മളെക്കാളും ഭയങ്കര സ്പീഡായിരിക്കും പിന്നെ അവർ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മാത്രമേ കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാട്ടിൽ പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ ഓക്കെ. എന്തെങ്കിലും സൗണ്ട് കേട്ടാ? കരടിയൊക്കെ ഉണ്ടോ അവിടെ? എൻ്റെ കൂടെ ഒന്ന് വരാമോ? നിങ്ങൾ ഫ്രണ്ടിൽ വെക്കോ. ആണല്ലേ? ഒന്ന് കാണിച്ചു കൊടുത്താൽ അങ്ങോട്ട് പോയിട്ട്. ഞാൻ തന്നെ പോണോ? ഇവിടെ അല്ല എക്സ്പീരിയൻസ് ഉള്ളതല്ലോ, നമ്മളെ പോലെ അല്ലല്ലോ. ഇതൊക്കെ എന്താ ഇതല്ലേ? ഈ പാർക്കറ്റിനിടയ്ക്ക് കൂടുതലും കരടികളുണ്ടാവും അല്ലേ? കുറച്ച് മുമ്പോട്ട് പോയേ. നിങ്ങൾ പേടിക്കണ്ട. ഈ വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത് നമുക്ക്. ഈ ഒരു കൊക്കയാണിത്. ഇതാണ് കൊക്ക അല്ലേ? ആന വന്ന് എങ്ങോട്ട് കയറി അങ്ങോട്ട് ഓടാനും പറ്റത്തില്ലല്ലോ. ആ ഏരിയയിലാണ് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ ഏരിയയിലാണ് മറ്റു മൃഗങ്ങൾ. അതെ, ഈറക്കാടുള്ളടത്ത് ആനകൾ കൃത്യമായിട്ട് നമുക്ക് ഈവനിങ് സമയമാണ് ഉറപ്പായിട്ടും പോകാൻ നമുക്ക്. പുലിയേക്കാൾ ഡേഞ്ചറാ കരടി. കടുവയുടെ ശല്യം കാരണം, അതായത് ഇതൊരു കാടാണ്. കാടെന്ന് പറഞ്ഞാൽ അധികം ദൂരത്തിലെ കൊല്ലം ജില്ലയിൽ തന്നെയുള്ളൊരു കാടാണ്. ഞാൻ പേര് പറയുന്നില്ല. കടുവയുടെ ശല്യം കാരണം കൾ മൊത്തത്തിൽ ഇവിടുന്ന് അവരുടെ പാർപ്പിടവും ഒക്കെ ഉപേക്ഷിച്ച് മാറിപ്പോയ ഒരു സ്ഥലമാണിത്. ഓക്കെ, നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. അവിടെ ആ കടുവ വന്നതും അവിടെ വന്ന് കടുവ അറ്റാക്ക് ചെയ്തതും അതുപോലെ തന്നെ അതിൻ്റെ കാഴ്ചകൾ കാണാം. പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ആ ക്രിസ്ത്യൻ പള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരുപാട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. പതുക്കെ അതാണ് ക്രിസ്ത്യൻ പള്ളി ആയിരുന്ന സ്ഥലം. ഇപ്പോൾ പള്ളിയാണ്, പക്ഷേ അവിടെ ഇപ്പോൾ പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രേതാലയം പോലെ കിടക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ കുറച്ച് നാൾ മുമ്പ് ഇതൊരു കാട് മേഖലയാണെങ്കിൽ പോലും ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പള്ളിയുണ്ട്, തൊട്ടപ്പുറത്ത് വീടുണ്ട്. ആ വീടൊന്ന് കാണിച്ചു കൊടുത്തേ. ആ കാണുന്ന വീട്ടിലൊക്കെ ആളുകൾ താമസിക്കുന്നതാണ്. കടുവയുടെ അറ്റാക്ക് കൂടിയത് കാരണം ഇവിടെ വീടും ഒക്കെ ഉപേക്ഷിച്ച് പോയ ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ അവിടെ ഒരു വീടുണ്ട്, നമുക്ക് അതുപോലെ ഒന്ന് കാണാം. കാര്യം കടുവകൾ മാത്രമല്ല, ആനകളും ആനയ്ക്ക് ആ റബ്ബറൊക്കെ മരങ്ങളൊക്കെ ചവിട്ടിയിട്ടിരിക്കുന്ന നോക്കി കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറമാൻ? ഓക്കെ, ആനകളുടെ ആക്രമണമൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് കൊണ്ട് ആളുകൾ മാറിപ്പോയതാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം, നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വന്യമൃഗങ്ങൾ പേടിച്ച് ജീവിക്കുന്നവർ. നമ്മുടെ ഇപ്പോൾ കുളത്തൂപ്പുഴ വനമേഖലയിൽ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടങ്ങളിൽ ഒരുപാട് വീടുകൾ ഇങ്ങനെയുണ്ട്.
ഈ മൃഗങ്ങളെ പേടിച്ച് ഇപ്പോഴും ജീവിക്കുന്നവർ. പക്ഷേ അവരുടെ ആക്രമണങ്ങൾ കൂടുമ്പോൾ ഗത്യന്തരമില്ലാതെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോകേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അതിൻ്റെ കുറച്ച് അടുത്തോട്ട് പോയി നമുക്കൊന്ന് വ്യൂ നോക്കാം. നമുക്ക് ഡയറക്റ്റ് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒരു കാര്യം നമ്മുടെ ക്യാമറമാൻ പറയും. അത് അദ്ദേഹം ഡയറക്റ്റ് കണ്ട കാര്യമാണ്. ഒരു സെക്കൻഡ്. താങ്കൾ എന്താണ് ഇവിടെ കടുവയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി വന്നത്? ഞാനൊരു 1 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ആ ഒരു വീട്ടിലെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ ആ ഒരു വീട്ടിൽ മാത്രമുള്ളതാണ്. ഇതൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. ഇതൊക്കെ അതിന് മുമ്പ് തന്നെ ഇവിടെ ഈ ഒരു ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആന വന്നിട്ട് കുറേ മരങ്ങൾ, അത് എല്ലാം വാഴകളും റബ്ബർ വരെ മൊത്തം ചവിട്ടി ഒടിച്ചു വന്നിട്ട് പോയി. ഒരു കൂട്ടം ആന വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഈ വർഷം ഇപ്പം അൺഫോർച്യുനേറ്റ്ലി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇല്ല. കാരണം അദ്ദേഹം ഇവിടെ വിട്ടുപോയി. കാരണം എന്താ അറിയുമോ? കാരണം ഇവിടെ അദ്ദേഹം അന്ന് എനിക്ക് കാണിച്ചു തന്നൊരു ഈ ഒരു മരത്തിനന്ന് കടുവ വന്നിട്ട് രാത്രി വന്നിട്ട് ഈ ഒരു മരത്തിനകത്ത് കടുവ വന്നിട്ട് ഇവർക്ക് ഈ കടുവയ്ക്കെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഈ പുറത്ത് ഈ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോഴേ ഇവർ വന്ന് ഈ മരത്തിൽ ഒന്ന് ഉരുമി ഇവരുടെ പുറത്തെ ആ ഒരു ഇറിറ്റേഷൻ മാറ്റുന്ന സംഭവമുണ്ട്. അപ്പം നമുക്ക് ഈ പൂച്ചകളൊക്കെ വന്ന് ചിലപ്പോൾ നമ്മുടെ കാലിലേക്ക് വന്ന് അപ്പം അതുപോലെ ഒരു മരത്തിനകത്ത് കടുവ വന്ന് പിടിച്ച പാടുകൾ വ്യക്തമാക്കി നമ്മളെ കാണിച്ചു തന്നായിരുന്നു. അപ്പം അവർക്ക് അദ്ദേഹം ഈ മരത്തിനകത്തായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോഴും അതിനകത്ത് ആ തൊലി പോയിക്കുന്നുണ്ടല്ലോ. ആ തൊലി പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് രാത്രി കാലങ്ങളിലെ ഉരയ്ക്കുന്നതാണ് വന്ന്. അപ്പോൾ അങ്ങനൊരു സ്ഥലമാണ്. കാരണം ഇത് എപ്പോഴും ഇതൊരു ടൈഗർ ഫോറസ്റ്റാണ് യഥാർത്ഥത്തിൽ. ഇവിടെ 10ഓളം കടുവകളുണ്ടെന്നാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ അതൊന്ന് പുഴുതിടും, ദിവസവും വന്ന് ചവിട്ടിയിടും. അതുപോലെ അതിന് അപ്പുറത്തൊരു വീടുണ്ട്, കണ്ടില്ലേ? അതുകൊണ്ട് ആ കാണുന്ന വീട് നോക്കിയാൽ ആ വീട് ഒഴിഞ്ഞു പോയതാണ് കേട്ടോ. അത് മൊത്തം അതിൻ്റെ മേൽക്കുര വരെ പോയിരിക്കുവാണ്. അത്രയും ഡേഞ്ചറാണ് ഇവിടുത്തെ ആനകൾ. കാരണം ആനകളെ നമ്മൾ നിസ്സാരമായിട്ട് ഇവിടെ കാണാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇവിടെ നിൽക്കേണ്ട തോനെ കയറാം. കാരണം ഇവിടെ തോനെ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ല ഇത് കേട്ടോ. കാരണം ഇവിടുത്തെ ഈ കട്ടളപ്പാറ ഈ വനത്തെക്കുറിച്ച് അറിയാവുന്നൊരു കൂടുതൽ സമയം ഇവിടെ വെയിറ്റ് ചെയ്യാറില്ല. ആ വീട് നോക്കി, ആ വീടിൻ്റെ മേൽക്കൂരൊക്കെ പോയിണ്ടോ കണ്ടോ? ഇവിടെയൊക്കെ ആൾക്കാർ ഒഴിഞ്ഞു പോയതാണ്, താമസം ഇല്ലാതെ താമസിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഡേഞ്ചറാണ്. നല്ല വീടൊക്കെ ആണ്, വീടൊക്കെ ആയിരുന്നു, എല്ലാം ഒഴിഞ്ഞു പോയണ്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ അല്ലേ? റിസർവ് ഫോറസ്റ്റിൻ്റെ ഇതിനകത്താണ് ഇപ്പോൾ ഈ കാടുള്ളത് കേട്ടോ. കാരണം ഈ 10ഓളം ടൈഗറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ റിസർവ് ഫോറസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ് ഈ കാട്. ഇത് ബ്രിട്ടീഷുകാർ കിട്ടിയ കല്ല മൊത്തം. അത് കണ്ടുണ്ടോ? ഇല്ല. മൊത്തം റൂം ബ്രിട്ടീഷുകാർ ഇതാണ് ബോംബെക്കാരെന്നൊക്കെ പറയുന്നത്. താങ്കൾക്ക് ഇവിടെ ഈ സ്ഥലത്തെ കുറിച്ച് നല്ല പരിചിതനാണ്, പിന്നെ ഇവിടെ കിടന്ന് വളർന്ന ആളാണ്. തീർച്ചയായിട്ടും. എന്താണ് ഒരു പ്രത്യേകത? ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ ഒരു വലിയ വൈബുണ്ട്, നമുക്ക് ആർക്കും അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഈ വനത്തിലൂടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറൊരു ആംബിയൻസ്. കാരണം അവിടുത്തെ ഒരു ഭക്ഷണ രീതിയായാലും അവിടുത്തെ ആംബിയൻസ് ഞാനിപ്പോ പറയാം. നല്ല വിറകടുപ്പിലെ ചായയും അങ്ങനെ തന്നെ പൊരിച്ച പഴംപൊരി സൂപ്പർ സംഭവം. നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സൂപ്പർ ടേസ്റ്റും ഒരു പ്രത്യേക വൈബ്. കാരണം എന്താ പറയുക, ഇതിനകത്ത് കൃത്രിമമൊന്നും ചെയ്യുന്നില്ല. നമ്മളെ കാട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ നെടുമണ്ണൂർ കടവ് ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിന്റെ. അവിടെ പെർമിഷൻ എടുത്ത് നമുക്ക് അകത്തേക്ക് കയറാം. ഇതിന്റെ രസം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ കാര്യമല്ല. കാരണം ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ ഭയങ്കര റിസ്ക്കാണ്. വഴി മുഴുവൻ ആനകളാണ്. ആന വന്നു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് നാട്ടിൻപുറത്തിന്റെ അടുത്തോട്ട് വരുന്ന ആറ്റിലോട്ട് വരുന്ന ആറ്റിൽ വന്ന് വെള്ളം കുടിക്കുന്നു, തിരിച്ച്
കയറി നാട്ടുകാരുടെ പെരേടത്തിനകത്തോട്ട് കയറി തെങ്ങ് വാഴ രാവ് ഇതെല്ലാം മറിക്കുന്നു. ആണോ? ആ. അതൊക്കെ ചെയ്യൂ. ചെയ്യും. എത്ര ആനകൾ ഉണ്ടാവും ഒരു ടൈമിൽ? ഒരു 3-4 ഒക്കെ കാണും. ഒക്കെ നേരിട്ട് കണ്ട ഒരു അനുഭവം പറയുമോ? നേരിട്ടുള്ള കണ്ട അനുഭവമാണ് പറയുന്നത്. ഈ പാലത്തിന്റെ അവിടെ നിന്ന് ഇക്കര കയറി ഇക്കര കയറി അടുത്തുള്ള പെരേടത്തിനകത്തുള്ള വാഴ തെങ്ങ് ഇതാകുമ്പോഴത്തേക്ക് എത്ര ദൂരത്തിലേക്ക് ഈ ആനയെ കണ്ടിട്ടുണ്ട് നേരിട്ട് പറയുമ്പോഴത്തേക്ക് കണ്ടൊരു 15 മീറ്റർ ദൂരത്തിലേക്ക് കണ്ടിട്ടുണ്ട്. 15 മീറ്റർ ദൂരത്തിലേക്ക് കണ്ടിട്ടുണ്ട്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചായിരുന്നു? ഇല്ല, നമ്മള് വിരട്ടി വിട്ടിട്ടേ ഉള്ളു. നമ്മള് വിരട്ടും. അത് ഈ കല്ലൊക്കെ എടുത്തെറിയും അട്ടഹാസം ചെയ്യുകയൊക്കെ ചെയ്ത് വിരട്ടും. അത് അതൊക്കെ അങ്ങോട്ട് മാറി അങ്ങ് പോകും. വേറെ ഏതൊക്കെ മൃഗങ്ങൾ ഇങ്ങനെ വരാറുണ്ട്? വേറെ പന്നി കുരങ്ങ ശല്യമാണ് ഭയങ്കര ശല്യം. അവിടെ പോയപ്പോഴാണെങ്കിൽ മരമൊക്കെ ഓടിച്ച് തിന്നോണ്ടിരിക്കും. ഇവിടെ എത്ര ദൂരമുണ്ട് കാട്ടിക്കൂടെ? കാട്ടിക്കൂടെ ഒരു കിലോമീറ്റർ കാണും. 1 കിലോമീറ്റർ പോയി കാണാൻ പറ്റും അല്ലേ? ഞങ്ങൾ പോയിട്ട് വരട്ടെ.